സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഫുഡ് ഫോഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായി വിത്തുണ്ടകളുടെ പ്രചരണത്തിന്റെ ഭാഗമായി അടിമാലി ഫോറസ്റ്റ് റേഞ്ചിൽ റേഞ്ച് ഓഫീസർ KS ഷിനോജിന്റെ നേതൃത്വത്തിൽ വിത്തുണ്ടകൾ തയ്യാറാക്കി. അടിമാലി ഫാത്തിമ മാതാ ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനികളാണ് വനം വകുപ്പിന്റെ ഈ സംരംഭത്തിൽ പങ്കാളികളായത്. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഫുഡ് ഫോഡർ വാട്ടർ പദ്ധതി. ഫുഡ് ഫോഡർ വാട്ടർ എന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്തിരിക്കുന്നതാണ് വിത്തുണ്ടകളുടെ പ്രചരണം. വനത്തിനുള്ളിലെ വന്യജീവികൾക്ക് ഭക്ഷണ ലഭ്യത വർദ്ധിപ്പിക്കുക വഴി മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം, പരിസ്ഥിതി പുനഃസ്ഥാപനം, പാരിസ്ഥിതിക സേവനങ്ങളുടെ അളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തോത് കുറയ്ക്കുന്നതിനും സഹായകമാക്കുക തുടങ്ങിയവയാണ് പ്രധാനമായും ഈ ഉദ്യമത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ. സംസ്ഥാനത്തുടനീളമുള്ള ഉൾവന മേഖലകളിൽ പ്രചരണത്തിനായി ഇതിനോടകം തന്നെ 4 ലക്ഷത്തിലധികം വിത്തുണ്ടകൾ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കൊണ്ട് വിത്തൂട്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 15-ന് 3 മണിക്ക് കോഴിക്കോട് വനം ഡിവിഷൻ താമരശ്ശേരി റേഞ്ചിലെ കാക്കവയൽ വനപർവം ഇക്കോ ടൂറിസം പരിസരത്ത് വെച്ച് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിത്തൂട്ട് പദ്ധതിയുടെ ഭാഗമായി അടിമാലി ഫോറസ്റ്റ് റേഞ്ചിൽ റേഞ്ച് ഓഫീസർ KS ഷിനോജിന്റെ നേതൃത്വത്തിൽ വിത്തുണ്ടകൾ തയ്യാറാക്കി. അടിമാലി ഫാത്തിമ മാതാ ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനികളാണ് വനംവകുപ്പിന്റെ സംരംഭത്തിൽ പങ്കാളികളായത്. വിദ്യാർത്ഥികൾ തന്നെ വിത്തുകൾ മണ്ണിന്റെ മിശ്രിതത്തിൽ വെച്ച് ഉണ്ടകളാക്കി തയ്യാറാക്കി. അടിമാലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോഡ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഗ്രേഡ് സനൽ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ യാസർ, ലിയ ജോസഫ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ക്രിസ്റ്റീന, സിസ്റ്റർ റെജിമോൾ മാത്യു, സിസ്റ്റർ അൽഫോൺസ പോൾ, വിൽസൺ TG, അനു ജോസ്, ഷീബ തോമസ് എന്നിവരും നിരവധി വിദ്യാർത്ഥികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.